മലപ്പുറം കൊണ്ടോട്ടിയിൽ ചികിത്സയ്ക്കിടെ 4 വയസ്സുകാരൻ മരിച്ചത് ചികിത്സാ പിഴവ് തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അനസ്തേഷ്യയാണ് മരണത്തിന് കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജൂൺ 1-നാണ് കൊണ്ടോട്ടി മെഴ്സി ആശുപത്രിയിൽ വെച്ച് അരിമ്പ്ര സ്വദേശിയായ നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിൽ മരിച്ചത്. ചിരിച്ചുകൊണ്ടുപോയ മകനെ പിന്നെ ജീവനോടെ കാണാനായില്ല എന്ന് ഉമ്മ. കൊണ്ടോട്ടിയിലെ 4 വയസ്സുകാരൻ ഷാനിലിന്റെ മരണം ചികിത്സാപ്പിഴവ് മൂലമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. തുടക്കം മുതൽ തന്നെ കുടുംബം ആരോപിച്ചതും അത് തന്നെയായിരുന്നു. അനസ്തേഷ്യ നൽകിയതിലെ പിഴവ് തന്നെയാണെന്നാണ് കുടുംബം പറഞ്ഞത്. ഇപ്പൊ കുട്ടിയുടെ ഉമ്മയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇത് സംഭവിച്ചു കഴിഞ്ഞ് ഞങ്ങള് അവിടെ കയറ്റിയ സമയത്ത് പിന്നെ അവിടെ ഡോക്ടർമാരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് സംഭവിച്ച സമയത്ത് ഡോക്ടർ ഇല്ലാന്നും പറയുന്നുണ്ട്. എന്താ അതിന്റെ അതൊക്കെ നിജസ്ഥിതിയൊക്കെ അവര് വെളിപ്പെടുത്തുക, നമുക്കറിയില്ല. ഏതായാലും അവര് നിജസ്ഥിതി അവര് വെളിപ്പെടുത്തട്ടെ. പിന്നെ ഈ കുട്ടീനെ എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോണ സമയത്ത് എന്റെ കുട്ടി എന്നോട് സംസാരിച്ച് ഉമ്മാന്ന് വിളിച്ചിട്ടാണ് എന്റെ കുട്ടി തിയേറ്ററിലേക്ക് പോകുന്നത്. തിയേറ്ററിൽ പോണ സമയത്ത് ഉമ്മ വിളിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു, മോനും അത് ചെറിയ സ്റ്റിച്ച് ഇടാനേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ വരാം, അമ്മച്ചി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞ് അവൻ ചിരിച്ച് ഉമ്മാന്ന് വിളിച്ച് ചിരിച്ചെന്റെ കുട്ടി പോയതാ. പിന്നെ ഞാൻ കേൾക്കണ എന്റെ കുട്ടി മരിച്ചു എന്നാണ്. അതും അവര് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഡോക്ടർമാർ അങ്ങോട്ട് ഇങ്ങനെ തിയേറ്ററിലേക്ക് അധികം ആൾക്കാർ പോണ കണ്ടപ്പോ സംശയം തോന്നി. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, എന്താണ് കുട്ടിക്ക് സീരിയസ് ഉണ്ട്? അപ്പൊ അവരൊന്നും പറയണില്ല. ഒരു പറഞ്ഞ ഒന്നുമില്ല എന്ന് പറഞ്ഞേക്ക. പിന്നെ കുറെ സമയം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞ് കുട്ടിക്ക് ഇങ്ങനെ സീരിയസ് ആണ്, ഷിഫ്റ്റ് ചെയ്യണം ഹോസ്പിറ്റലിലേക്ക്, ആംബുലൻസിന് വിളിച്ചെന്ന് പറഞ്ഞു. ആംബുലൻസിന് വിളിച്ചിട്ട് പിന്നെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടും പിന്നെ ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ആംബുലൻസ് എത്തിയോ ചോദിച്ചിട്ട് അവരില്ലാന്നാ പറയുന്നത്. എത്തിയിട്ടില്ല, രാമനാട്ടൻ ഇവിടെ എത്തണം എന്ന് പറഞ്ഞു. ഒരിക്കൽ മൊബൈൽ ആംബുലൻസ് 15 മിനിറ്റ് വേണ്ട രാമനാട്ടനിൽ നിന്ന് കൊണ്ടോട്ടിക്ക് എത്താൻ, ഒരിക്കലും അത് വേണ്ട. ഇവരെന്താണ് ഈ ചെയ്യുന്നത്? മൊബൈൽ ആംബുലൻസിനെ വിളിച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയണത് എന്തുകൊണ്ടാണ്? ഇവരെടുത്ത് വന്ന പേവ് മറക്കാൻ നോക്കുകയാണ് അവര് ചെയ്തത്. കാരണം ഈ ആംബുലൻസിൽ നിന്ന് മരിച്ചു എന്നുള്ള റിപ്പോർട്ട് കൊടുക്കാനാണ് അവര് നോക്കിയത്. പക്ഷെ ദൈവം അതിന് കൂട്ടുന്നില്ല. ഞങ്ങള് പറഞ്ഞ് പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. വാക്ക് തർക്കങ്ങളൊന്നും അല്ല ഉണ്ടായത്. ഒരു ഹോസ്പിറ്റൽ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്, ഹോസ്പിറ്റല് ഇതാക്കി ഡോക്ടർമാരിതാക്കി. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങള് ഇതാക്കി സമാധാനിച്ചിട്ടേ ഉള്ളൂ. നമ്മളെ കുഞ്ഞു പോയി. പക്ഷെ ആശുപത്രിക്കെതിരെ കൊണ്ടോട്ടി മേഴ്സി ഹോസ്പിറ്റലിനെതിരെയും അവിടുത്തെ ഡോക്ടർമാർക്കെതിരെയും നടപടിയെടുക്കാഞ്ഞാൽ, കാരണം നമ്മൾ എത്രയോ മക്കൾ ഇതുപോലെ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഒന്നുമില്ല. എന്റെ കുട്ടിക്ക് ഒരു പനിയോ ഒരു ജലദോഷോ അങ്ങനത്തെ ഒരു അസുഖം ഇല്ലാത്ത കുട്ടിയായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടാണ് എന്ന് വെക്കുക. ഒന്നുമില്ലാത്ത എന്റെ കുട്ടിയാണ് പോയത്. എന്റെ അടുത്ത് ഒരു മുറിവ് തുന്നിക്കെട്ടാൻ പോയ കുട്ടിയാണ് ജീവൻ നഷ്ടമായത്. കുടുംബത്തിന് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.